എന്നെ കാണിക്കില്ലടാ. അങ്ങനെ ഓഫീസിലെ ലാസ്റ്റ് വർക്കിംഗ് ഡേ എല്ലാം എന്തിന് ചെറുതായിട്ടുണ്ട്. അല്ല ഇതുവരെ എന്നാലും അയ്യോ നിന്നെ കണ്ട പേടിയാവട്ടെ ഇത്. അല്ല ഇവേ ഒരു കാര്യം ചെയ്യാം, ഇതുവരെയുള്ള സംഭവങ്ങൾ ആദ്യം കാണട്ടെ, എന്നിട്ട് തിരിച്ചു വരുമ്പോഴേക്കും നിന്റെ മോത്തി കഴുകിട്ട് നിൽക്കട്ടെ. അല്ല ഇതുവരെ ഉണ്ടായ സംഭവങ്ങൾ ഞാൻ കാണിച്ചിട്ടില്ല, കാണിക്കാൻ പോണേ ഉള്ളൂ. അപ്പോഴേക്കും പോകാൻ അതൊക്കെ ഇപ്പൊ കാണാം. എന്താ പരിപാടി? ഇന്ന് തമ്പനയില് കണ്ട പോലെ തന്നെ അയച്ചേട്ടൻ മുടി എന്താ ഇങ്ങനെ ഇരിക്കണേ ഗുങ്കൂന്ന്. ഓക്കെ, ഇന്ന് തമ്പനയില് കണ്ട പോലെ എന്റെ ഓഫീസിലത്തെ ലാസ്റ്റ് ദിവസമാണ്. 5 വർഷത്തെ പ്രയാണം കഴിഞ്ഞ് ഇന്ന് ഇന്ദുചൂടൻ വിരമിക്കുകയാണ് ഈ ഓഫീസിൽ നിന്ന്. 5 വർഷത്തിന്റെ അടുത്ത് ഇവിടെ ഉണ്ടായിരുന്നു. നമുക്ക് ഇന്നപ്പോ അതിന്റെ ഒരു ഫീലിലാണ് പോകുന്നത്. ചെറിയ വിഷമൊക്കെ, ഇത്ര ദിവസം അത്ര വിഷമം ഉണ്ടായില്ല, ഇപ്പൊ ചെറിയൊരു വിഷമൊക്കെ ഭയങ്കര സങ്കടമല്ല, പക്ഷെ ഓഫീസല്ല മിസ്, അവിടുത്തെ ഫ്രണ്ട്സിനൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. ഫ്രണ്ട്സും കൊളീഗ്സും കുറെ മലയാളികളൊക്കെ ഉണ്ട്, കുറെ തമിഴ് ചേട്ടന്മാരുണ്ട്. അപ്പൊ ഇവരൊക്കെ കുറെ പേരൊക്കെ മിസ് ചെയ്യും. അപ്പൊ അതിന്റെ ഒരു വിഷമത്തിലാണ് ഇന്ന് ഓഫീസിലേക്ക് പോകുന്നത്. അപ്പൊ ഇന്ന് എന്തായാലും കുഴപ്പമില്ല, നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാറുന്നു, ജോലി മാറുന്നു എന്നുള്ള സന്തോഷത്തിലാണ്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു ദിവസം നമ്മൾ റെക്കോർഡ് ചെയ്യാന്ന് വിചാരിച്ചു, ഒരു വീഡിയോ ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. അവിടെയുള്ള ഫ്രണ്ട്സിനെയൊക്കെ കാണിച്ച് അവരുടെ അഭിപ്രായം അതേ സ്റ്റീഫനെ പറ്റി ആരായ അതൊക്കെ കാണിക്കണ അവർ നല്ലതൊന്നും പറയില്ല. ലാസ്റ്റ് ദിവസം ആയതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞാലോ. അപ്പൊ എന്തായാലും എന്തോരം റെക്കോർഡ് ചെയ്യാൻ പറ്റും നമുക്ക് അറിയില്ല, പക്ഷെ പരമാവധി ഇന്നത്തെ ഒരു ദിവസം റെക്കോർഡ് ചെയ്യാന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പൊ ഇന്നത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും അതിഗംഭീരമായ സ്വാഗതം. സ്വാഗതം സുസ്വാഗതം. അപ്പൊ നന്നായി വരും മോനെ. ലാസ്റ്റ് ദിവസം എല്ലാവരുടെ എന്റെ അന്വേഷണം പറഞ്ഞോളൂ. വൈകുന്നേരം കാണാം. എല്ലാം അടിപൊളിയായിരിക്കും അല്ലേ? പിന്നെ ഓക്കെ, ബൈ ബൈ. അപ്പോൾ ഇവിടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്, ഈ ബിൽഡിങ്ങിൽ, റീഗൽ ടവർ എന്ന് പറഞ്ഞ ബിൽഡിങ്ങിലെ. കഴിഞ്ഞ 4 വർഷമായിട്ട് ഞാനുള്ളത്. അപ്പോൾ ഇവിടെ വെച്ച് കുറേ സബ്സ്ക്രൈബേഴ്സിനൊക്കെ കാണാറുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇതിൻ്റെ അകത്തേക്ക് പോവാം. അങ്ങനെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തു. ഇനി നമ്മുടെ ബിൽഡിങ്ങിൻ്റെ അകത്തേക്ക് പോകണം. ഓഫീസിലെത്തിയിട്ട് ബാക്കി സംഭവങ്ങളെ കാണിക്കാവേ. അങ്ങനെ നമ്മുടെ ഓഫീസിലേക്ക് ലാസ്റ്റ് ദിവസം പോവുകയാണ്. ഇന്ന് വൈകിയ കയറണ ഓഫീസിൽ. റിസപ്ഷനിൽ തന്നെ നമ്മുടെ അർലിനുണ്ട്, നമ്മുടെ റിസപ്ഷനിസ്റ്റാണ്. ഇത് നമ്മുടെ ബയോമെട്രിക്സ് ആണ്. ഇവിടെ നമ്മുടെ മുഖം കാണിക്കണം. സെറ്റ്. ഗുഡ് മോർണിംഗ്. ഹൗ ആർ യു? യു ആർ ഇൻ മൈ ചാനൽ നൗ. Oh my god. Sorry. ഹാവ് എ ഗുഡ് ഡേ. ഓക്കെ, അപ്പോൾ അത് അർലിനായിരുന്നു. നമ്മൾ ഓഫീസിൻ്റെ അകത്തേക്ക് കയറാണ്. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാം കേട്ടോ നമുക്ക്. കണ്ടോ, ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. അടിപൊളി വ്യൂ ആട്ടോ. പക്ഷേ ഫുള്ള് വണ്ടി. വൈകുന്നേരം ഇവിടെ ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് ആയിരിക്കും, അത് വേറെ കാര്യം. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മുടെ ഗ്രീൻ ടീ ഉണ്ട്. ഇപ്പോൾ വണ്ണം കുറച്ചതിന് ശേഷം ഫുൾ ടൈം ഗ്രീൻ ടീ നമ്മൾ എടുക്കണം. ഗ്രീൻ ടീ ഇനി ഇത് ഓൺ ചെയ്യണം. അപ്പോൾ എൻ്റെ ഫെയർവെൽ ഇമെയിൽ ഞാനിവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഓഫീസ് പൊതുവേ ശാന്ത, കുറേ പേരൊന്നും ഇല്ല ഇന്ന് ഓഫീസിൽ. നമ്മുടെ തന്നെ വേറെ ബ്രാഞ്ചിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ പതുക്കിനും സംസാരിക്കണം കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ ഫെയർവെൽ ഇമെയിൽ ഒന്ന് കാണിച്ചു തരാവേ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഫെയർവെൽ ഇമെയിൽ ഞാനിവിടെ ഡ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. എന്നിട്ട് ഇത് നമുക്കിനി സെൻഡ് ചെയ്യണം. അപ്പോൾ അതാണ് പരിപാടികൾ. ഹാപ്പി ഹാപ്പി ഗൈസ്. അങ്ങനെ നമ്മുടെ ഹാൻഡ് ഓവർ പരിപാടികളൊക്കെ ഒരുവിധം കഴിഞ്ഞു. എക്സിറ്റ് ഫോർമാലിറ്റീസിലെല്ലാം സൈൻ ചെയ്തു. ഫൈനൽ സെറ്റിൽമെൻ്റ് എല്ലാം ക്ലിയർ ആക്കാനുള്ള പേപ്പേഴ്സ് കൊടുത്തു. അങ്ങനെ ഇവിടുത്തെ എല്ലാ ഫോർമാലിറ്റീസും ഒരുവിധം കഴിഞ്ഞു. ഇനി ഫ്രണ്ട്സിനോടും കൊളീഗ്സിനോടൊക്കെ യാത്ര പറയണം. അപ്പം അതിനുള്ള പരിപാടിയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ കൂടെ 2 പേരുണ്ട്. എൻ്റെ കൊളീഗ്സ് ആണ്. ഹരി ഉണ്ട് ഇവിടെ, ശ്രീജിത്ത് ഉണ്ട്. എടോ, എന്നെ കുറിച്ച് 2 പേർക്ക് പൊക്കി പറ. ലാസ്റ്റ് ദിവസമല്ലേ, നല്ലതെന്തെങ്കിലും പറയടോ. സബ്സ്ക്രൈബേഴ്സിന് സന്തോഷമാവട്ടെ. ദുഷ്ടാ. എങ്ങനെയായിരുന്നു നമ്മുടെ കൂടെ വർക്ക് ചെയ്തിട്ട്? കൊള്ളാം. എല്ലാം നല്ല രീതിയിൽ തന്നെ പോയി. നല്ലൊരു സുഹൃത്ത് തന്നെയാണ്, വിഷയമില്ല. ചായയും പരിപ്പൂടൊക്കെ വാങ്ങി തന്നത് പറ. ചായയും പരിപ്പൂടെ എന്താണ് വാങ്ങിച്ചത്? 3 വർഷമല്ല 4 വർഷത്തെ ചെലവ് അവസാനം കിട്ടി. അതെപ്പോഴാണ്, അത് പോകുന്ന സമയത്താണ് ഞങ്ങൾക്ക് തരുന്നത്. അതുകൊണ്ട് ചെലവിന്റെ കാര്യത്തിൽ ഒരിക്കലും നമ്പരുത് ഇദ്ദേഹത്തെ.
ബാക്കിയുള്ള കാര്യങ്ങളിൽ നമ്പാം, ഒരു കുഴപ്പമില്ല, നല്ല സുഹൃത്ത് തന്നെയാണ്. പിന്നെ ആശംസ എന്നുള്ള രീതിയിൽ പറയുന്നവനാണെങ്കിൽ നാട്ടിലെ യൂട്യൂബർമാർക്ക് കിട്ടിയ പോലത്തെ ഒരു ED റെയ്ഡ് താങ്കൾക്കും ഉടനടി ഉണ്ടാകട്ടെ എന്നുള്ള ആശംസിച്ചുകൊണ്ട് ഇവിടെ നിന്നുള്ള വിടവാങ്ങൽ ഞങ്ങൾ ഇതാ തരുന്നു. രണ്ടു വാക്കിനെ കുറിച്ച് പൊക്കിയടിക്കും ഗുരു സാർ. നിങ്ങൾ എന്തിനാ പോകുന്നത് നമ്മുടെ വീട്ടിൽ? അയ്യോ അങ്ങനെ പറയല്ലേ നിങ്ങള്. ഭയങ്കര ഫീലിംഗ് ആണ്. അയ്യോ അയ്യോ അങ്ങനെ പറയല്ലേ സാർ. സന്തോഷമായിട്ടിരിക്കും എന്തായാലും. சந்தோஷம் இல்ல ஃபீலிங். അയ്യോ വെരി ഹാപ്പി ഇല്ല. நீங்க இருந்தீங்கன்னா ரொம்ப ஹாப்பி சந்தோஷம். ஐ. நீங்க போறதுனால ரொம்ப ഫീൽ ഇല്ല. അയ്യോ சத்தியம். ഗൈസ്, അപ്പോ നമ്മുടെ കൂടെ എന്റെ അടുത്ത സുഹൃത്തിന്റെ കൂടെ രഞ്ജിത്ത്. എടാ സുന്ദര രണ്ടു വാക്ക് പറയാനെ കുറിച്ച്. എടാ ഞാനിവിടുന്ന് പോവാടാ, നീ രണ്ട് തുള്ളി കണ്ണുനീര്. അതെ അയ്യോ അമ്മേ അയ്യോ. നല്ലൊരു ഫ്രണ്ടാണ്. വേറെ എന്താ പറയാനാ, അടിപൊളിയായിരുന്നു എൻ്റെ കൂടെയുള്ള വർക്കിംഗ് എക്സ്പീരിയൻസ് ഒക്കെ. നല്ല ജോളി ടൈപ്പാണ്. അതാണ്. പിന്നെ വി വിൽ മിസ് യു. താങ്ക് യുടാ. അടുത്ത പ്രോജക്റ്റ് നല്ലതായിട്ട് പെർഫോം ചെയ്യാം. താങ്ക് യു മുത്തേ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പിന്നെ യൂട്യൂബ് ചാനലും നല്ലതായിട്ട് പോട്ടെ. ഇപ്പൊ എത്രയായി സബ്സ്ക്രൈബർ? 2,40,000. ഒരു ബില്യൺ അടിക്കട്ടെ. 2024 അത് സംഭവിക്കട്ടെ. സംഭവിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ഒരു കാര്യം ചോദിക്കാൻ മറന്നു. ഇത്ര കാലമായിട്ട് ഞാൻ ചോദിച്ചോണ്ടിരിക്കുക, ഇതുവരെ നിങ്ങൾ ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. എന്താ എത്ര രൂപ വെച്ച് കിട്ടുന്നുണ്ട് യൂട്യൂബിന്റെ വരുമാനം? അതോട്ടായി ചോദിക്കണം. യൂട്യൂബിൽ നല്ല വരുമാനം പണിക്ക് വരുമോ ഞാൻ? നമുക്കറിയാലോ. അങ്ങനെ ഓഫീസ്. താങ്ക് യു. അപ്പൊ നമ്മൾ ഓഫീസിൽ നിന്ന് പഞ്ച് ഔട്ട് ചെയ്യാം ലാസ്റ്റ് ആയിട്ട്. ഗൈസ്, അങ്ങനെ ലാസ്റ്റ് ദിവസം ഓഫീസിൽ നിന്ന് നമ്മളുടെ പടിയിറങ്ങിയിരിക്കുകയാണ്. 4.5 വർഷത്തിൻ്റെ അടുത്തുണ്ടായിരുന്നു ഞാനിവിടെ വർക്ക് ചെയ്തത്. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഡേയ്സ് ആയിരുന്നു. സോ ഫൈനലി ഇറ്റ്സ് ടൈം ടു സേ ഗുഡ് ബൈ. എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു. കുറേ പേരൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല, കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു. ബാക്കിയുള്ളവർ ഇമെയിൽ വഴിയും ഫോൺ വഴിയൊക്കെ അറിയിച്ചു. സോ ഇതായിരുന്നു എൻ്റെ ഓഫീസിലത്തെ ലാസ്റ്റ് ദിവസം എന്ന് പറയുന്നത്. ഹാപ്പി.